Hello everyone, welcome to another episode of Day in My Life. എൻ്റെ ഡേ തുടങ്ങുന്നത് രാത്രിയാണ്. ഞാനൊരു സ്റ്റാർബക്സിൻ്റെ ഒരു ഫ്രാപ്പച്ചിനോ കുടിച്ച് തുടങ്ങുന്നു രാത്രി. എന്നിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ആയി. എനിക്ക് ഗുഡ് മോർണിംഗ് ആയി കഴിഞ്ഞാൽ സാധാരണ ഞാൻ എഴുന്നേൽക്കുന്ന ഒരു 10-11 മണിയാവും. ഈയിടെയായിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ സെബാറ്റിക്കലിലായിരുന്നു. അപ്പം എഴുന്നേറ്റ് കഴിയുമ്പം എനിക്ക് ആദ്യം സാധാരണ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടു തന്നു. ആ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ലേസിയായി ഇരിക്കുകയാണ്. രാവിലെ 11 മണിയായി. ഇന്നലത്തെ ഫിൻലൻഡ് മല്ലു എപ്പിസോഡൊക്കെ ഫുൾ കണ്ടു കഴിഞ്ഞ് ഫ്രാപ്പച്ചീനോ ഒക്കെ കുടിച്ചപ്പോൾ ഉറക്കം പോയി. രാത്രി മുഴുവൻ ഞാൻ പകലാക്കിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി എഴുന്നേറ്റ് ദിവസം തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് സാധാരണ എൻ്റെ ഒരു ദിവസത്തിൽ ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. അപ്പോൾ ചൂടുവെള്ളം കുടിച്ച് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോന്നു. കിച്ചണിലൊരു ഗ്ലാസ് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് നമുക്ക് കട്ടൻ കാപ്പി ഇടാനാണ് കട്ടൻ കാപ്പി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, മധുരമില്ലാതെ. എനിക്ക് ആക്ച്വലി ഫാർമ ഇൻഡസ്ട്രിയിൽ കയറിയതിന് ശേഷം ഒരുപാട് കാപ്പി കുടിക്കുന്നൊരു ശീലം വന്നു. ഞാനൊരു ദിവസം 5-6 കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്ന ആളാണ്. അങ്ങനെ കട്ടൻ കാപ്പി രാവിലെ ഉണ്ടാക്കി. എന്നും കട്ടൻ കാപ്പിയൊന്നുമല്ല, ചില ദിവസങ്ങളിൽ ഞാൻ ചായ കുടിക്കും. പാലൊഴിച്ച ചായ എനിക്ക് വികാരമാണ് ആക്ച്വലി. അപ്പോൾ ചില ദിവസം ഞാൻ പാലൊഴിച്ച ചായ കുടിക്കും, ചില ദിവസം ഗ്രീൻ ടീ കുടിക്കും. ഇപ്പം ആകെ ഒരു താളം തെറ്റിയ സ്ഥിതിയിലാണ് എൻ്റെ ജീവിതം ഉള്ളത്. ഒരു റുട്ടീൻ ഇല്ല. പണ്ട് ഞാൻ ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി തന്നെയാണ് കുടിക്കുന്നത്. കട്ടൻ കാപ്പി വിത്തൗട്ട് ഷുഗർ കുടിക്കും. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ലൈറ്റായ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ കട്ടൻ കാപ്പി ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഭയങ്കരമായിട്ട് എൻ്റെ വർക്ക് ലൈഫ് മിസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അതുവരെ നമ്മൾ ഒന്നും കൂടി പരിചയപ്പെടാം. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഞാൻ വാണി, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനൊരു ഫാർമ ഇൻഡസ്ട്രിയിൽ മെഡിക്കൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇതെൻ്റെ 2ാമത്തെ വ്ളോഗാണ്. ആദ്യം വലിയൊരു സംഭവമൊന്നും ആയിരുന്നില്ലെങ്കിലും എനിക്ക് 41 വ്യൂസ് കിട്ടി. ആ വ്യൂസിൽ തന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം ഞാൻ ഒരു പ്രൊമോഷനും ചെയ്തില്ല. എനിക്ക് ആരെയും അറിയില്ല, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയില്ല, ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ 41 വ്യൂസ് തന്നെ വലിയൊരു സന്തോഷം തരുന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് സക്സസ്ഫുള്ളായി ഞാൻ ചെയ്തു. സെക്കൻഡ് വ്ളോഗും ചെയ്യാൻ ശ്രമിക്കുന്നു. എനിക്കറിയില്ല ഇതിന് എത്ര റീച്ച് കിട്ടും, ഇതിനെന്തായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ ജസ്റ്റ് ലൈക്ക് ദ വേ ഹൗ സംബഡി ക്യാപ്ചേഴ്സ് ദെയർ ലൈഫ് ആൻഡ് നമ്മളൊരു ജീവിതത്തെ ഒരു ആഘോഷമാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫുകളും പല കാര്യങ്ങളും ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇവരൊക്കെ ചെയ്യുന്നത് നമ്മുടെ പോലെ തന്നെ ഉള്ളൊരു റുട്ടീനാണ്. ജീവിതത്തിൽ നമ്മളെ പോലെ തന്നെ ചെയ്യുന്നൊരു സംഭവം. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തോ അതിനൊരു എക്സ്ട്രാ മധുരം വരുന്നു. സോ ഇറ്റ് ബിക്കംസ് മോർ സ്വീറ്റ്. ഒരു പ്രത്യേക ഇപ്പോൾ ഈ ചായയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പതഞ്ഞ് വരുന്നത് നമ്മൾ സാധാരണ ഒഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പതഞ്ഞ് വരും. പക്ഷേ നമ്മളത് വീഡിയോയിൽ കാണുമ്പോൾ പ്രത്യേക രസം. അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ റെഡിയായി. ഞാനും ഇത് പപ്പയുടെ ചായയാണ്. പപ്പ രാവിലെ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ. ആക്ച്വലി പാവം എൻ്റെ പപ്പ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, വ്യൂസ് കൂട്ടാൻ വേണ്ടി 2 ഫോണിൽ നിന്നും എൻ്റെ വീഡിയോസ് തലങ്ങും വിലങ്ങും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാവം, കണ്ടില്ലേ? ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്, എൻ്റെ വ്ളോഗ് കാണാമെന്ന്. അപ്പോൾ നമുക്ക് ചൂട് കാപ്പി അങ്ങോട്ട് കുടിക്കാം. ഈ ഗ്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ഗ്ലാസ്സാണ്. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഗ്ലാസ്. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞ് ഞാൻ ഓൺലൈൻ ആമസോണിൽ കണ്ടുപിടിച്ച് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന ഒരു കട്ടൻ കാപ്പിയുടെ ഗ്ലാസ്സാണ്. അടുത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഇഡ്ഡലിയാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി മാവ്
ഇന്നലെ തന്നെ രാത്രി അമ്മ അരച്ചു വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ കെലോഗ്സോ അല്ലെങ്കിൽ പൊറോട്ടയോ ആലു പറാഠ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ സാൻഡ്വിച്ചോ, അങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. കാരണം പപ്പയും ഓഫീസിലോട്ട് പോവും, ഞാൻ കോളേജിൽ പോവും, മമ്മി വീട്ടിലായിരിക്കും. അപ്പോൾ സിമ്പിൾ ആൻഡ് ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങൾ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ എലാബറേറ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതിന് മുന്നിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഡൽഹിയിലായിരുന്നു. 2018 വരെ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2018 നമ്മൾ നാട്ടിൽ വന്നത്. നമ്മൾ വഴിയെ ഞാൻ ഇതിൻ്റെ കഥകളൊക്കെ പറയാം, പല കഥകളും ഉണ്ട് ഞങ്ങൾ നാട്ടിൽ വന്നതിൻ്റെയും അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി വെച്ചു. ഒരു ചൂട് ഇഡ്ഡലിക്ക് നല്ലൊരു ചട്നി വേണം. അപ്പോൾ അടുത്തത് അമ്മ തേങ്ങ ഉടയ്ക്കുക എന്നുള്ള സംഭവമാണ്. എനിക്കിത് ജന്മത്തിൽ അറിയാത്തൊരു കാര്യമാണ്. ഐ ക്യാൻ നെവർ ഡു ദിസ്. ഈ തേങ്ങ ഉടയ്ക്കുന്ന സംഭവം എനിക്ക് ഇത്രയും വർഷത്തിൽ പഠിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ അമ്മ നന്നായിട്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തേങ്ങയൊക്കെ അടച്ച് അതിൻ്റെ വെള്ളം എടുക്കുന്നതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. തേങ്ങാ വെള്ളം നല്ല മധുരം ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ. അപ്പോൾ ഈ തേങ്ങ കൊണ്ട് ഞങ്ങൾ ചട്നി ഉണ്ടാക്കാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് ഞങ്ങൾ സാധാരണ തേങ്ങാ ചട്നി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെയൊക്കെയാണ്. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടം സാമ്പാറാണ്. ഇഡ്ഡലി ആൻഡ് സാമ്പാറിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു 3 വർഷത്തോളം ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്. സോ ചെന്നൈയിൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും A to B, അടയാർ ആനന്ദ് ഭവൻ അല്ലെങ്കിൽ ശരവണ ഭവൻ അല്ലെങ്കിൽ അങ്ങനത്തെ പല ഫുഡ് ജോയിൻറ്റ്സിലും കിട്ടും. നല്ല ഒത്തൻറ്റിക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊക്കെ കഴിച്ച് ശീലിച്ച് 3 വർഷത്തെ ശീലം ഇവിടെ വീട്ടിൽ വന്നപ്പം ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് ഇങ്ങനത്തെ ഫുഡൊക്കെ. അപ്പോൾ അമ്മയും പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. അപ്പം ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് മമ്മി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെറുതെ നിങ്ങൾക്ക് ഡെമോ കാണിച്ചതെന്നാണ്. ചട്നി ഉണ്ടാക്കാൻ അറിയാത്തൊന്നുമല്ല. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ചട്നി ഉണ്ടാക്കും. തേങ്ങ, ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, പച്ചയല്ല മുളക് പഴുത്ത് ചുവന്നു പോയി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്തു ഈ സബാറ്റിക്കലിരുന്നപ്പോൾ, വീട്ടിലിരുന്നതുകൊണ്ട്. അപ്പം ഞാനൊരു പുതിയ സംഭവം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, മീൽ റിപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് ഒസീവ എന്ന് പറഞ്ഞ കമ്പനിയുടെ മീൽ റിപ്ലേസ്മെൻ്റ് ആണ്. സോ ബേസിക്കലി മീൽ റിപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ റീപ്ലേസിങ് മീൽ. ഒരു നേരത്തെ ഫുഡ് ഇല്ലാണ്ട് ഈ ഒരു ന്യൂട്രീഷണൽ മീൽ എടുക്കാം, ഈ പൊടി എടുക്കുക എന്നുള്ളതാണ് സംഭവം. എനിക്കിതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. എനിക്ക് പല മിക്സ്ഡ് റിവ്യൂസുമാണ് ഇതിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്നത്. പലവരും പറയുന്നു നല്ലതാണ്, ചിലവർ പറഞ്ഞു നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒസീവയുടെ വാങ്ങിയത്. ഇതിൽ ഒരുപാട് നല്ല നാച്ചുറലാണ് ഇത് എന്നാണ് പറയുന്നത് ഈ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. സോ ഇതിൽ ഒരു സ്കൂപ്പ് പൗഡർ എടുക്കുക. ആ പൗഡറിൽ കുറച്ച് സ്കിംഡ് മിൽക്ക് ആഡ് ചെയ്ത് ഷേക്ക് ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. ടേസ്റ്റ് ഞാനിപ്പോൾ ഒരാഴ്ചയായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആവറേജ് ടേസ്റ്റാണ്. ചെറിയൊരു ബിറ്റർനെസ് ഉണ്ട് എവിടെയോ, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇറ്റ്സ് എ സംച്വസ് മീൽ. നമ്മൾ ഒരു നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ റഫ്ലി അറൗണ്ട് 200-250 കാലറീസ് നമുക്കിരുന്ന് കിട്ടും. ഓർ ലെസ്സർ ദൻ ദാറ്റ്. ഐ തിങ്ക് ഒരു 200 കാലറിയാണെന്ന് തോന്നുന്നു നമുക്കൊരു മീലിന് ഇരുന്ന് കിട്ടുന്നത്. എന്നിട്ട് ഇതിൽ നമ്മൾ പാലൊഴിച്ച് നല്ലോണം ഷേക്ക് ചെയ്ത്, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന അമുലിൻ്റെ സ്ലിം ആൻഡ് ട്രിം മിൽക്ക്, അതായത് ഡബിൾ ടോൺഡ് മിൽക്ക്, അതായത് 2 തവണ പാടകളഞ്ഞ മിൽക്കാണ്. പിന്നെ അപ്പം ഞാനിത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ പറയാം. അടുത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു ചേഞ്ച്, കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു 2 liters ഓഫ് വാട്ടർ ഇൻടേക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ചേഞ്ച്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ബോട്ടിൽ അങ്ങോട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് എൻറ്റയർ ഡേ ഈ ബോട്ടിൽ വെച്ച് തന്നെ കുടിക്കും ഞാൻ. അപ്പോൾ ഇതിൽ ഒരു മോട്ടിവേഷണൽ ഗുഡ് മോർണിംഗ്, സ്റ്റാർട്ട് യുവർ ഡേ, അങ്ങനത്തെ മോട്ടിവേഷൻ, ഗോ ഫോർ ഇറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വെള്ളം കുടിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനും പപ്പയും കൂടി കുറച്ചൊന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ വീട്ടിൻ്റെ ഔട്ട്സൈഡ് വശത്തെ
നൈറ്റ് വ്യൂ ആണ് കണ്ടേക്കുന്നത്. ഇത് ഞാനൊന്ന് ഡേ വ്യൂവും കൂടി കാണിച്ചു തരാം. സോ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു സെമി ഗ്രാമപ്രദേശമാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇത്. ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്ററിന് ദൂരമേ ഉള്ളൂ. അപ്പം നമുക്ക് പല വഴിയിലേക്ക് കൂടി അതോട്ട് പോവാം. ഒരു 2-3 അപ്രോച്ചസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം കേരളം മുഴുവൻ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു പുതിയ വഴിയിലേക്ക് കൂടിയാണ് പോകുന്നത്. സോ 2 സ്ഥലത്തും 2 വശത്തും നിറയെ പച്ചപ്പും നല്ല വീടുകളും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു പാലക്കാടൻ ഭംഗി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഗ്രീനറിയും നല്ല ക്ലൗഡും നല്ല സ്കൈ ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ളൊരു ഡേ ആണിന്ന്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഷോപ്പിംഗ്, അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ പോകുന്നത്. ഇപ്പോൾ ഈ വരുന്ന സ്ഥലമാണ് അരയാൽ കോളനി. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു റോഡാണിത്. 2 സൈഡിലും ബാനിയൻ ട്രീസാണ് ഉള്ളത്. സോ വെരി ബ്യൂട്ടിഫുൾ റോഡ്. നമ്മൾ ഈ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉദ്ദേശിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് ഒക്കെ ഉള്ള സമയം. അപ്പം ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ വരുന്നത് നാഷണൽ ഹൈവേൻ്റെ സൈഡിലേക്ക് കൂടി പാലന ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് കൂടി വരുന്നത് ലുലു മോളിലേക്കാണ്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട 41 പേർക്ക് എങ്കിലും അറിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പാലക്കാടിൻ്റെ അഭിമാനമായ ലുലു മോളാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ലുലു മോളിൽ വന്നിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ബിക്കോസ് ഓഫ് ദ പ്രോക്സിമിറ്റി ഞങ്ങൾ എപ്പോഴും വരുന്നത് ലുലു മോളിലേക്കാണ്. ജസ്റ്റ് 1 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ലുലു മോൾ, ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു കണ്ണട വാങ്ങണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ വന്നത് ലുലു മോളിൽ. പക്ഷേ എങ്കിൽ ലുലു മോളിലൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ വീഡിയോഗ്രാഫി പെർമിറ്റഡ് അല്ല. അപ്പം ഞാനും പപ്പയും കൂടി പോയി കണ്ടു, ഫ്രെയിം എടുത്തില്ല. പക്ഷേ ഞങ്ങൾക്കത് അത്രയും എന്തോ എനിക്കൊരു ഡൈസിയായി മൈൻഡ്, എടുക്കണോ എടുക്കണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പാർക്കിങ്ങിലാണ്. ഈ ഏരിയ കാണുന്നത് ലുലു മോളിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ്. നല്ല വലിയ പാർക്കിംഗ് ആണ്, മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട് ഇതിൽ. ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് മൾട്ടി ലെവൽ, വേർ മറ്റേ ഈ എന്താ മെക്കാനിക്കൽ ഒരു എലിവേറ്റർ സിസ്റ്റം പോലെ ഒരു സംഭവമുണ്ട്. ആ സിസ്റ്റമൊക്കെ ഇതിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ല ഇറ്റ്സ് വെൽ ഇക്വിപ്ഡ് പാർക്കിംഗ് സെൻറ്റർ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ലുലു മോളിൻ്റെ അകത്ത് പോയി എൻ്റെ കണ്ണടയൊക്കെ നോക്കിയതിന് ശേഷം പപ്പയ്ക്ക് ഒരു ചായ കുടിക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ ഇതാണ് ലുലു മോളിൻ്റെ ഫുഡ് കോർട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, വെരി ബ്യൂട്ടിഫുൾ വ്യൂ. നമുക്ക് ഈ ലുലു മോളിൻ്റെ ഈ വ്യൂന്ന് നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാം. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ക്ലിയർലി, പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ. വെസ്റ്റേൺ ഗാർഡ്സാണ് ആ ദൂരെ കാണുന്നത്, ആ ക്ലൗഡ്സിൻ്റെ താഴെ കാണുന്നതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സാണ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ടാസ്ക് ഓഫ് ദ ഡേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈറ്റ്സൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു ബേ ഏരിയ ബെഡ്റൂമിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ എപ്പോഴെങ്കിലും ഞാനൊരു ഹോം ടൂർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്കൊരു ബേ ഏരിയയിൽ
നല്ല ഭംഗിയുള്ള LED ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് പഴയതായി, ഒരു 6 years ആയി അതൊക്കെ. അപ്പോൾ ഞങ്ങളത് മാറ്റി തിരിച്ചു വന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ഞാൻ മിക്കവാറും ചപ്പാത്തിയുടെ ആളാണ്. ചപ്പാത്തി പിന്നെ ഫുൾ ഗോബി കറി, അല്ല മറ്റേ എന്തായാലും പറയുക, സോറി. സോ ബേസിക്കലി ഐ മെൻറ്റ് കോളിഫ്ലവർ കറി, ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും ഉണ്ടാക്കി. ഇത് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൻറ്റിക്ക് കുറച്ചൊരു അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് ഞാനും മമ്മിയും കൂടി ആൻറ്റിക്ക് അത് വാങ്ങിക്കൊടുത്ത് ആൻറ്റിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി മഴ പെയ്തു. അപ്പോൾ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. ആൻറ്റിയാണ് മമ്മിയെ സഹായിക്കുന്നത് എല്ലാ കിച്ചൺ വർക്കിലും, വീട് ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ. സോ വി കൺക്ലൂഡഡ് ദ ഡേ വിത്ത് എ നൈസ് വാം പിസ്സ ഫ്രം ലുലു. പിസ്സയുടെ കൂടെ കുറച്ച് ചില്ലി ചിക്കനും കുറച്ച് നൂഡിൽസും ഞങ്ങൾ വാങ്ങി. ഇതാണ് ഞങ്ങളുടെ ഡിന്നർ ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഡിന്നർ. ഇങ്ങനത്തെ ഉള്ള ഹാബിറ്റുള്ള കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് ഈ തടിയൊക്കെ വെച്ചത്. ഓൾമോസ്റ്റ് ഒരു 10 kgs ഞാൻ ഗെയിൻ ചെയ്തു. ഇനിയിപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കുമെന്നുള്ള ഒരു ഡൗട്ടിലാണ് ഉള്ളത്. ഞാൻ എൻ്റെ ജോലിയും ജോയിൻ ചെയ്യാൻ പോവാണ് വളരെ അടുത്ത് തന്നെ. നെക്സ്റ്റ് എപ്പിസോഡിൽ മോസ്റ്റ് പ്രോബബ്ലി ഐ വിൽ ടേക്ക് യു ടു ഡൽഹി വിത്ത് മീ. എൻ്റെ ജോബ് റീജോയിനിങ് ആയിരിക്കും മിക്കവാറും അടുത്ത എപ്പിസോഡിൽ. ഐ ഡോണ്ട് നോ എത്ര കവർ ചെയ്യാൻ പറ്റുന്നു, പക്ഷേ പറ്റുന്നതൊക്കെ ചെയ്യാം. ഇതാണ് വാം പിസ്സ. അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്.